ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി ജില്ലയിൽ മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിൽ വ്യാപക നാശനഷ്ടമുണ്ടായ സാഹചര്യത്തിൽ ധരാലിയിൽ വീടുകളും കെട്ടിടങ്ങളും ഒക്കെ ഒലിച്ചു പോവുകയും 50-ലധികം ആളുകളെ കാണാതാവുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. വളരെ ചെറിയ പ്രദേശത്ത് ഒരു ചെറിയ കാലയളവിനുള്ളിൽ മണിക്കൂറുകളോ മിനിറ്റുകൾ കൊണ്ടോ സംഭവിക്കുന്ന പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിനും ആൾനാശത്തിനുമൊക്കെ കാരണമാവുകയും ചെയ്യുന്നതാണ് മേഘവിസ്ഫോടനം എന്നത്. മണിക്കൂറിൽ 100 മില്ലിമീറ്ററിൽ കൂടുതലുള്ള ഒരു തീവ്രമായ മഴ, അതാണ് മേഘവിസ്ഫോടനം ആകത്തുകയിൽ. പതിവ് മഴയിൽ നിന്നും വ്യത്യസ്തമായി മേഘവിസ്ഫോടനം വളരെ വിനാശകരമാണ്. ഇത് പലപ്പോഴും വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലിനും ആൾനാശത്തിനുമൊക്കെ കാരണമാകുന്നു. പ്രത്യേകിച്ച് കുന്നിൻ പ്രദേശങ്ങളിലോ പർവ്വത പ്രദേശങ്ങളിലോ ഇത് വലിയ നാശനഷ്ടമുണ്ടാക്കും. സാധാരണയായി മണിക്കൂറിൽ 4 മില്ലിമീറ്റർ, ഏകദേശം 4 ഇഞ്ച് കൂടുതൽ മഴ കുറച്ച് മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന ദൈർഘ്യത്തോടെ പെട്ടെന്നുള്ള വെള്ളപ്പൊക്കം, മണ്ണൊലിപ്പ് എന്നിവ ഉണ്ടാക്കുന്നു. ചൂടുള്ളതും ഈർപ്പമുള്ളതുമായ വായു വേഗത്തിൽ ഉയർന്ന് തണുക്കുമ്പോൾ ആണ് ഇത് സംഭവിക്കുന്നത്. ഇത് ഘനീഭവിക്കലിനും കനത്ത മഴയ്ക്കും കാരണമാകുന്നു. ഇനി എന്തുകൊണ്ടാണ് ഉത്തരാഖണ്ഡിൽ മാത്രം ഇത്രയധികം മേഘവിസ്ഫോടനങ്ങൾ നടക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. ഈ ചോദ്യത്തിന് ഉത്തരം ഈ പ്രദേശത്തെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനവും ഭൂപ്രകൃതിയുമാണ് എന്നതാണ് ഉത്തരം. നമുക്കറിയാം, ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന ഈ പ്രദേശത്ത് മേഘവിസ്ഫോടനം നടക്കുന്ന ഇടങ്ങളിലെല്ലാം തന്നെ വലിയ താഴ്വരകളും ചെറിയ കുന്നുകളും വലിയ കുന്നുകളും ഒക്കെയുള്ള ഭൂപ്രദേശമാണ്. ഉത്തരാഖണ്ഡ് ഹിമാലയൻ മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് മേഘവിസ്ഫോടനങ്ങളുടെ രൂപീകരണത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന ഒന്നാണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് അറബിക്കടലിൽ നിന്നും ബംഗാൾ ഉൾക്കടലിൽ നിന്നും വലിയ അളവിൽ ഈർപ്പം വഹിച്ചു കൊണ്ടുവരുന്നു. ഈ ഈർപ്പം നിറഞ്ഞ കാറ്റ് ഉത്തരാഖണ്ഡിലെ ഉയർന്ന പർവ്വതനിരകളിൽ എത്തുമ്പോൾ അവ മുകളിലേക്ക് നിർബന്ധിതമായി നീങ്ങുന്നുണ്ട്. ഈ ചിത്രത്തിലെ പോലെ അത് ഉയർന്നു പൊങ്ങും. ഇത് ഓറോഗ്രാഫിക് പ്രഭാവം എന്നാണ് ഇതിനെ പറയുക. കുത്തനെയുള്ള ചരിവുകളും ആഴത്തിലുള്ള താഴ്വരകളും ഈർപ്പമുള്ള വായുവിന്റെ ദ്രുതഗതിയിലുള്ള ഉയർച്ചയ്ക്ക് കാരണമാകുന്നു. ഇത് ഒരു ചെറിയ പ്രദേശത്ത് തീവ്രമായ ജലഘനീഭവിക്കലിനും കനത്ത മഴയ്ക്കും കാരണമാകുന്നുണ്ട്. ഉയരമുള്ള പ്രദേശങ്ങളിൽ താഴ്വരകൾക്കും കൊടിമുടികൾക്കും ഇടയിൽ വ്യത്യസ്ത താപനിലയായിരിക്കും. ഉയർന്ന പ്രദേശത്തെ താപനിലയായിരിക്കില്ല താഴ്വരയിൽ ഉണ്ടാവുക. താഴ്വരകളിൽ നിന്നും ഉയർന്ന ചൂടുള്ള വായു മുകളിലേക്ക് ഉയരും. ഉയർന്ന പ്രദേശങ്ങളിലെ തണുത്ത വായുവുമായി ഇത് കൂട്ടിയിടിക്കും, അഥവാ കൊളൈഡ് ചെയ്യും. മേഘങ്ങൾ തന്നെ വലിപ്പ ചെറുപ്പമുള്ളവയുണ്ട്. മേഘങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിപ്പമേറിയ ഇനമായ കുമുലോ നിംബസ് എന്ന മഴമേഘങ്ങളാണ് അക്ഷരാർത്ഥത്തിൽ ഈ മേഘവിസ്ഫോടനം ഉണ്ടാക്കുന്നത്. ഈർപ്പം നിറഞ്ഞൊരു വായുപ്രവാഹം ഭൗമോപരിതലത്തിൽ നിന്നും അന്തരീക്ഷത്തിന്റെ മുകൾ തട്ടിലേക്ക് ഉയരുകയും അത് ഘനീഭവിക്കുകയും ചെയ്യുന്നു. മേഘങ്ങൾ ഇങ്ങനെ രൂപപ്പെടുന്നു. അവയിൽ തന്നെ സവിശേഷ സ്വഭാവമുള്ള ഈ കുമുലോനിംബസ് മേഘങ്ങൾ രൂപപ്പെടുമ്പോൾ അന്തരീക്ഷത്തിന്റെ താഴെ തട്ടിൽ നിന്ന് ആരംഭിച്ച് 15 കിലോമീറ്റർ ഉയരത്തിൽ വരെ അവ എത്തുന്നു. ഇങ്ങനെയുണ്ടാകുന്ന കൂറ്റൻ കുമുലോനിംബസ് മേഘങ്ങളാണ് ഈ മേഘവിസ്ഫോടനത്തിന് കാരണം. ഉത്തരാഖണ്ഡിലെ ഈ പ്രദേശങ്ങൾ ഈ കുമുലോനിംബസ് മേഘങ്ങൾ ഉണ്ടാക്കുന്നതിൽ വലിയ നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട്. താഴ്വരകളിൽ നിന്ന് ഉയരുന്ന ചൂടുള്ള വായുപ്രവാഹങ്ങൾ ഉയർന്ന ഉയരത്തിൽ തണുത്ത വായുമായി കൂട്ടിയിടിക്കുകയും ദ്രുതഗതിയിലുള്ള മേഘരൂപീകരണത്തിനും തീവ്രമായ മഴയ്ക്കും കാരണമാകുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭൂമിശാസ്ത്രപരവും കാലാവസ്ഥപരവുമായ മനുഷ്യനിർമ്മിതവുമായ ഘടനകളുടെ സംയോജനത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഉത്തരാഖണ്ഡ് പോലെയുള്ള എക്കോളജിക്കലി സെൻസിറ്റീവ് സോണുകളിൽ മേഘവിസ്ഫോടനം ഒരു നിരന്തരമായ പ്രഹേളികയായി മാറുന്നത്. ഈ പ്രദേശത്തിന്റെ പർവ്വത പ്രദേശങ്ങളും മൺസൂൺ കാലവും ഒക്കെ ഇതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ഈ തീവ്ര കാലാവസ്ഥാ സംഭവങ്ങൾക്ക് അനുയോജ്യമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. മാത്രമല്ല, കാലാവസ്ഥാ വ്യതിയാനവും വനനശീകരണവും ആസൂത്രിതമല്ലാത്ത നിർമ്മാണ പ്രവർത്തനങ്ങളും ഒക്കെ മനുഷ്യനാൽ ഇടപെടുന്ന പ്രവർത്തനങ്ങളും ഈ പ്രശ്നത്തെ കൂടുതൽ വഷളാക്കുന്നുണ്ട്. മൺസൂൺ കാലത്ത് ഉത്തരാഖണ്ഡിൽ ഗണ്യമായ അളവിൽ മഴ ലഭിക്കുന്നുണ്ട്. അപ്പോഴാണ് മേഘവിസ്ഫോടനങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളത്. പർവ്വത പ്രദേശങ്ങളായുള്ള മൺസൂൺ കാറ്റിന്റെ പ്രതിപ്രവർത്തനം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ താഴ്ന്ന മർദ്ദമുള്ള പ്രദേശങ്ങൾ സൃഷ്ടിക്കുന്ന കൂടുതൽ ഈർപ്പം വലിച്ചെടുക്കുകയും കനത്ത മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. മറ്റൊന്നാണ് കാലാവസ്ഥാ വ്യതിയാനം. ആഗോളതാപനം വായുവിന്റെ താപനില വർദ്ധിപ്പിക്കുന്നു. ഇത് അന്തരീക്ഷത്തിൽ കൂടുതൽ ഈർപ്പം നിലനിർത്താൻ ഒരു സാഹചര്യം ഒരുക്കുന്നു. ഈ സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോൾ ഇത് കൂടുതൽ തീവ്രമായ മഴയ്ക്ക് കാരണമാകുന്നുണ്ട്. ഇത് മേഘവിസ്ഫോടനത്തിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, യാതൊരു ആസൂത്രണവും ഇല്ലാത്ത കെട്ടിട നിർമ്മാണവും ഡീഫോറസ്റ്റേഷനും ഒക്കെ ഇത്തരം വലിയ മഴ വന്നാൽ പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത തരത്തിൽ വലിയ നാശനഷ്ടങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. മാത്രമല്ല, കൃത്യമായ മഴ മുന്നറിയിപ്പുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ജനങ്ങളെ അറിയിച്ചുകൊണ്ട് കൃത്യമായി ആസൂത്രണം നടത്തിക്കൊണ്ട് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ എവിടെ നിന്നും ഒഴിവാക്കാൻ സാധിക്കും. പക്ഷേ നമ്മുടെ സർക്കാരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളോ അവിടെ നടക്കുന്നില്ല എന്നാണ് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.
മേഘവിസ്ഫോടനങ്ങൾ നിരന്തരമായി നടക്കുന്ന ഉത്തരാഖണ്ഡിലെ ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ കൃത്യമായ രീതിയിലുള്ള ആസൂത്രണത്തോടെയുള്ള കെട്ടിടങ്ങളും കൃത്യമായിട്ടുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പുകളും ഒക്കെ നൽകേണ്ടതുണ്ട്. അത് നൽകാൻ സാധിക്കുകയും ചെയ്യും. അത്രയും അധികം ആധുനിക സാങ്കേതിക വിദ്യകളൊക്കെ വളർന്ന കാലഘട്ടത്തിലും എന്തുകൊണ്ടാണ് ഇപ്പോഴും ഒരു ഗ്രാമം മുഴുവനായി ഒലിച്ചു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുന്നത്, അത് നിരന്തരമായി സംഭവിക്കുന്നതെന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്.